ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് നമ്മുടെ റൺവേയിൽ ചഞ്ചലില്ലേ, അതായത് നമ്മളിന്ന് ഉണ്ടാക്കിയത് തന്നെ കേട്ടോ, ആ ടാങ്ക് ലോറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു കട്ടുള്ള ഷീറ്റിൽ നമ്മൾ വണ്ടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ വരച്ച് ഇതിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാതെ തന്നെ, എന്നിട്ട് നീളത്തിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇതിനകത്തൊരു 3 ലൈൻ ഇട്ടുണ്ട്. ആ ഒരു ലൈൻ ഇല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റത്തെ ലൈൻ്റെ അളവില്ല, അളവ് നമ്മൾ ഇവിടെ വരെയുള്ള അളവാട്ടോ. പിന്നെ മുകളിലത്തെ മറ്റേ അളവ്, പിന്നെ ഇവിടുത്തെ അളവ് കണ്ടോ. ആ മടക്കമുള്ള അതാണ് നമ്മൾ ആ വരച്ചെടുത്തത്. അത് നമ്മളിതിങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അതിനായിട്ട് നമ്മൾ വേണ്ട ആ മടക്കിയത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും. അങ്ങനെ ലൈൻ വരച്ച് മടക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ സൈഡ് അപ്പുറത്തും ഈ സാധനം നടക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലില്ലേ, ഗ്രില്ലിന് ഹെഡ്ലൈറ്റ് ഒക്കെ, അത് നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു കട്ടുള്ള ഷീറ്റിൽ ഇങ്ങനെ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബമ്പർ കൂടി ഇങ്ങനത്തെ ഷീറ്റിൽ തന്നെ ഒന്ന് ഇങ്ങനെ മുറിച്ച് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഷീറ്റിൽ തന്നെ ഇങ്ങനെ ഒരു ഏണി പോലെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തന്നെ കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തന്നെ കേട്ടോ കണ്ട. അതുകഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ടാങ്ക് സെറ്റ് എടുത്തന്നെ കേട്ടോ. അത് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടാ, ഈ ഷേപ്പിൽ 2 പീസ് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ആ ഒരു കട്ടിയുള്ള ഷീറ്റ് നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ആക്കി എടുത്തതാണ്. പിന്നെ 3 റൗണ്ടുകൾ തന്നെ മുകളിൽ വയ്ക്കുക. പിന്നെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ അങ്ങോട്ട് പിടിപ്പിക്കുക. ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചേക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മിറർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ആ മിറർ നമ്മൾ നേരെ സൈഡിലേക്കാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ചെറിയ ടാങ്ക് ഉണ്ടാക്കിയെടുത്തരാം കേട്ടോ, നമ്മൾ അടിയിൽ വെക്കാൻ വേണ്ടി. അത് നമ്മൾ 2 അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ നമ്മളൊരു 6 ടയറിനാക്കി ഇടുന്നതാണ് കേട്ടോ. ആ 6 ടയറിൽ 2 ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അങ്ങനത്തെ 2 എടുക്കുക. പിന്നെ ഓരോന്നായിട്ടുള്ളത് ഇങ്ങനെ എടുക്കുക. അതിനകത്ത് ഈ 2 ടൂത്ത് പിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു കാർബണിൻ്റെ പീസിൽ ഇങ്ങനെ പേപ്പർ റോൾ ചെയ്തെടുക്കുക. അതുകൊണ്ട് നമ്മൾ നേരെ ആ ടൂത്ത് പിക്ക് ടയർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് അപ്പുറത്ത് ഈ ടയർ ഒട്ടിച്ചെടുക്കുക. ഇരിക്കട്ടെ, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ തന്നെ മറ്റേ ഇതും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറക്കണം കേട്ടോ. അതായിട്ട് നമ്മൾ നേരെ വണ്ടി തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ വണ്ടിയുടെ അടിഭാഗത്തേക്ക് ഈ സാധനം ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ആ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ്റ് ചെയ്ത് ചഞ്ചലിനൊക്കെ ചെയ്ത് തന്നെ ഇടാം. അതിൻ്റെ ബാക്കിലൊരു ബമ്പറോട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.